ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നമ്മുടെ പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ കണ്ട സിറ്റുവേഷൻ എന്താണ്, പിന്നെ നിങ്ങളിലേക്കുള്ള വരുന്ന ഔട്ട്കം എന്താണ്, നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ്. ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മുടെ എനർജി മാറിക്കൊണ്ടിരിക്കും അല്ലേ. നമുക്കെന്ന് അറിയാവുന്നതാണ്. നമ്മൾ രാവിലെ എടുക്കുന്ന തീരുമാനം ആയിരിക്കത്തില്ല വൈകുന്നേരത്തെ തീരുമാനം. എന്തൊരു കാര്യം നമ്മൾ ഏതൊരു സമയത്തും നമ്മുടെ ഡിസിഷൻസ് മാറിക്കൊണ്ടിരിക്കും, തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ വന്നു പോകാനുമുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ കാര്യങ്ങൾ നമ്മളുടെ ചിന്താഗതി കൊണ്ടും നമ്മളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടും വിശ്വാസം കൊണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ചിലതൊക്കെ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളെന്തായാലും രാവിലെയോ വൈകിട്ടൊക്കെ നിങ്ങൾ പ്രാണായാമം എങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാണായാമം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, പ്രാണായാമം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഓക്കെ, പ്രാണായാമം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഗുരുജിയുടെ ശ്രീജിയുടെ പ്രാണായാമം യൂട്യൂബിൽ കിട്ടും, അത് നോക്കിയാൽ മതി. അതേപോലെ രാവിലെയൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ എക്സസൈസൊക്കെ ചെയ്യണം. എന്നിട്ട് പ്രാണായാമം ചെയ്യാവുള്ളൂ, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാവുള്ളൂ. എന്നിട്ട് വേണം വിഷ്വലൈസേഷൻ. അതേപോലെ തന്നെ ഒരു ഗോൾ, നിങ്ങൾക്ക് ലൈഫിലൊരു ഗോൾ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്യുക, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്. ഏസ് ഓഫ് സോർട്സ്, ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഈ സോഡെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബുദ്ധിയാണ് അല്ലേ, ബുദ്ധിയുടെയാണത്, എയറാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ബുദ്ധിപൂർവ്വമായിട്ട് ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശകലം വിജയിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വീണ്ടും നിങ്ങളുടെ ഒരുപക്ഷെ ആയിട്ട് അദ്ദേഹം എന്തെങ്കിലും ഈ അടുത്ത കാലത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും കണ്ടുമുട്ടുകയോ ഒക്കെ നിങ്ങളുടെ അവസ്ഥ അറിയുകയൊക്കെ ചെയ്തിരിക്കാം. എന്തായാലാണെങ്കിലും ഒരു പുതിയ തീരുമാനമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനം അതിലെന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി പേജ് ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളും വൈകാരികമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അതേപോലെ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കണ്ടറിയാലോ ആ കപ്പിൽ നിൽക്കുന്നത്. കപ്പെന്ന് പറഞ്ഞാൽ എപ്പോഴും വൈകാരികതയാണ്, ജലമാണ്, വികാരമാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം വികാരത്തോടെ നിൽക്കുന്ന വ്യക്തിയാണ്. ഒന്ന് സംസാരിക്കുവാൻ, ഒന്ന് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണായിട്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും വളരെ നല്ലൊരു എനർജി തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ ഇടയിലുള്ള എനർജി അതൊരു മേജർ ആക്കുന്ന കാർഡാണ്. വിത്ത് ചാരിയോട്ട്, ഐ ആം ഡ്രൈവിംഗ് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കാർഡെന്ന് പറഞ്ഞാൽ മേജർ ആക്കുന്ന കാർഡാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നു പോകേണ്ട പാഠം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡ്രൈവിങ്ങിലാണ് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് കാണാം. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങോട്ടാണ് നമുക്ക് നോക്കാം. ഡ്രൈവ് ചെയ്യുന്നത് ഫ്യൂച്ചർ. ദ ലവേഴ്സ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിങ് ഏതായാലും ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ദ ലവേഴ്സാണ്. ഓക്കെ, ഫോക്കസിൻ്റെ നിങ്ങൾ പരസ്പരം ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പുറകിൽ കാണുന്ന ആർക്കേഞ്ചലുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്വീറ്റ് കപ്പിളായിരിക്കാം. അതുപോലെ ടെംപ്റ്റേഷനുണ്ട്, നിങ്ങൾക്ക് പരസ്പരം ടെംപ്റ്റേഷനുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിയിലും അതേപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ, നമ്മളുടെ ഉൽപ്പത്തി പറഞ്ഞിട്ടുള്ള പോലെ പാപത്തിൻ്റെ ഫലമുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ കാർഡിനകത്ത് കാണാൻ പറ്റും. പുറകിൽ കാണുന്ന സർപ്പവും അതുപോലെ ആപ്പിളൊക്കെ പാപത്തിൻ്റെയാണ്. അതിനപ്പുറത്ത് കാണുന്ന വോൾക്കാനോ ടെംപ്റ്റേഷനാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ ഫോക്കസാണ്. നിങ്ങൾ പരസ്പരം നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്തിട്ടാണ് കാണുന്നതാണ് നിയർ ഫ്യൂച്ചർ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കട്ടെ. ഔട്ട്കം ഇതാണ്, ദ ഹെറഫൻ്റാണ്. ഹെറഫൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രഡീഷണലാണ്. ഈ വ്യക്തിക്ക് എന്താണെന്ന് നിങ്ങളുടെ പേഴ്സണൽ സ്ഥലം സീക്രട്ടോടെയുള്ള വ്യക്തിയാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല, എന്തായാലും ഒരു സീക്രട്ട് ഉണ്ട്. അതേപോലെ ടീച്ചിങ് ആണ്. ഓക്കെ, ഇവിടെ കാണുന്ന ടീച്ചിങ് ആയിട്ടാണ്. അതേപോലെ അദ്ദേഹം നല്ലൊരു മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഒക്കെ നല്ല കഴിവുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ശകലം ഒരു സീക്രട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ് ഉള്ളത്. അപ്പോൾ ഇതാണ്, നോക്കൂ, എന്തുകൊണ്ടും നല്ലൊരു ഇപ്പോൾ ഈയിടയ്ക്ക് വരുന്ന എല്ലാം നല്ല റീഡിങ്ങാണ് വരുന്നത്. ഇന്നലെ ഞാൻ ഈ മാസത്തെ നിങ്ങളുടെ തീം ഇട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്തൊരു റീഡിങ്ങാണ്. അത് കിട്ടുന്നവർക്ക് അത് റെസിനേറ്റ് ആകുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കമൻ്റ് എഴുതുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുക. അപ്പോഴല്ലേ എനിക്കും എന്തെങ്കിലും ഒരു ബൂസ്റ്റ് ആകത്തുള്ളൂ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴോ നിങ്ങളുടെ ലൈക്കൊക്കെ കാണുമ്പോഴോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു ബൂസ്റ്റിംഗ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിങ് കാണുന്നതും കേൾക്കുന്നതും ഒരുപോലെ നമുക്ക് ഹീലിംഗ് ആണ്. റീഡിങ് ഇടുന്ന എനിക്ക് ഹീലിംഗ് ഉണ്ടാവും, കേൾക്കുന്ന നിങ്ങൾക്കും ഹീലിംഗ് ഉണ്ടാവും. നമ്മൾക്കെല്ലാവർക്കും ഏതായാലും തീർച്ചയായിട്ടും ഈ ടാരോട്ടിൻ്റെ പാതയിലേക്ക് വരുന്നവരെല്ലാവരും തന്നെ പാസ്റ്റ് കർമ്മ മനസ്സിലാക്കിയവരാണ്. ഇത് മനസ്സിലാക്കാത്ത കുറേ പേരുണ്ട്. ലൈഫിനെ സ്വന്തം ജീവിതത്തെ പഴിച്ചും മറ്റുള്ളവരെ പഴിച്ചും കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കത് മനസ്സിലാകുന്നില്ല. മനസ്സിലായാൽ പോലും ആ ഭാഗത്തേക്ക് നോക്കത്തുമില്ല. എന്നാലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു അവരവരെ തന്നെ കുറ്റം പറഞ്ഞ് നടക്കും. സ്വയം പഴിക്കുന്നവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും സ്വയം പഴിക്കാതിരിക്കുക. ഓരോ കാര്യങ്ങളും ലൈഫിൽ വന്നു പോകുമ്പോഴും ഓരോരുത്തർ നമ്മളെ ലൈഫിൽ നിന്ന് പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് പോകുമ്പോഴും ഓർക്കുക അതെല്ലാം പാസ്റ്റ് കർമ്മയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഹീൽ ചെയ്യാൻ ഇതേ ഉള്ളൂ മാർഗ്ഗം. ഈ റീഡിങ് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളെപ്പോഴും നല്ല വ്യക്തികളാണ്. അതുകൊണ്ടാണ് താങ്കളുടെ മുന്നിലേക്ക് റീഡിങ് എത്തുന്നതെന്നും താങ്കളത് കാണുമെന്നും വിശ്വസിക്കുന്നു. താങ്ക് യു.